الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ സുബൈർ വന്നില്ല. നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇത്രയും നേരം നമ്മൾ ഫിഇലുകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. മാലിയായ ഫീല്, മുലാരിയായ ഫീല്, അമ്ര ഫീല്, നഹിയ ഫീല്, അതിൽ തൗക്കീദിന്റെ നൂനും ഒക്കെ കടന്നു വരുന്ന രൂപവും അതൊക്കെ നമ്മൾ ഇത്രയും നേരം ഇന്നലെ വരെ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫിഇലുകളുമായി ബന്ധപ്പെടുന്ന ഇസ്മുകൾ, ഫീലുകളുമായി ചേർന്ന് വരുന്ന ഇസ്മുകൾ. ഉദാഹരണം പറയാം. കതബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ് അർത്ഥം. ഫീലാണത്. യക്തുബു എഴുതും. നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു എന്നാണ്. യൻസുറു സഹായിക്കും, അല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ഇസ്മാണ് സഹായിക്കുന്നവൻ. അത് ഇസ്മാണല്ലോ. സഹായിക്കുന്നവൻ, എഴുതുന്നവൻ. ഇനി അടിക്കുകയാണെങ്കിൽ അടിക്കുന്നവൻ. അങ്ങനെ ഓരോ ഫിഇലുമായി ബന്ധപ്പെട്ട ഇസ്മുകൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് 7 എണ്ണം ഉണ്ട്. 7 രൂപത്തിൽ വരും. ഓരോന്നിനും ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോ കതബ, സോറി, നസറ എടുക്കുക. ഉദാഹരണം നസറ സഹായിച്ചു. യൻസുറു സഹായിക്കും. ഉൻസുർ നീ സഹായിക്ക്. ലാ തൻസുർ നീ സഹായിക്കരുത്. ഇതാണ് മാലി, മുലാരി, അംറ്, നഹി. ഇനി പറയാണ് നാസിർ സഹായിക്കുന്നവൻ. മൻസൂർ സഹായിക്കപ്പെട്ടവൻ. അപ്പോ നാസിർ എന്ന് പറഞ്ഞ സഹായം ചെയ്ത ആള്. അത് സഹായം ചെയ്യുക എന്ന ഫീലുമായി ബന്ധപ്പെട്ട ഇസ്മാണത്. ഇനിയോ സഹായം കിട്ടിയ ആൾ, അതും സഹായം ചെയ്യുക എന്ന ഫീലുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇസ്മാണ്. സഹായം കിട്ടിയ ആൾ, സഹായിക്കപ്പെട്ട ആൾ. ഇനി ഒന്ന് വേറെ, സഹായിക്കുന്ന സ്ഥലം, അല്ലേ? ആണ്ടല്ലേ? എവിടെ വെച്ചാ സഹായിച്ചത്? സഹായിച്ച സ്ഥലം. നമ്മൾ കൂടുതൽ മനസ്സിലാകല് അറുക്കുന്ന സ്ഥലം. അറവ് എന്ന ഫീൽ, അറുക്കുക എന്ന ഫീലുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇസ്മാണത്. അപ്പൊ സ്ഥലം. സമയം, അറുക്കുന്ന സമയം, അല്ലേ? അതും പറയില്ല നമ്മൾ. ഫീലുമായി ബന്ധപ്പെട്ട ഒരു ഇസ്മ തന്നെയാണ് സമയം. സമയം ഇസ്മാണ്. സ്ഥലം ഇസ്മാണ്. ചെയ്യുക, പ്രവൃത്തി ചെയ്യുന്ന ആൾ ഇസ്മാണ്. ചെയ്യപ്പെട്ട ആൾ ഇസ്മാണ്. ഈ വേറുണ്ട് തുറന്നു എന്നവർ. ഫതഹ തുറന്നു. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു. മിഫ്താഹുൻ തുറക്കുന്ന ഉപകരണം, താക്കോൽ. മിഫ്താഹുൻ തുറക്കുന്ന ഉപകരണം. അപ്പൊ അത് ഫതഹ എന്നുള്ള ഫീലുമായി ബന്ധപ്പെട്ട ഒരു ഇസ്മാണത്. അങ്ങനെ ഏതൊരു ഫീൽ എടുത്താലും അതുമ്പോൾ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് പല പല ഇസ്മുകൾ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, വായിച്ചു, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ഇസ്മുകൾ ഉണ്ടാക്കാൻ പറ്റും? പറയും. പറഞ്ഞോളെ. വായിച്ചവൻ. ഓക്കെ. പിന്നെ എന്ത് പറ്റും? വായിക്കപ്പെട്ടത്. ഓക്കെ. പിന്നെ വായിക്കുന്ന സ്ഥലം. ഓക്കെ. പിന്നെ വായിക്കാനിരിക്കുന്ന സ്ഥലം. പിന്നെ വായിക്കുന്ന സമയം. ഓക്കെ. പിന്നെ യെസ്, അത് പറയാൻ വിട്ടുപോയ ഒന്നാണ് ഞാൻ. നിങ്ങൾ പറഞ്ഞുപോയി. വായിക്കൽ, വായന, അതും അത് ഫീലുമായി ബന്ധപ്പെട്ടാണല്ലോ. പിന്നെ പറഞ്ഞോളെ. ഇനി നോക്കുക,
മജ്ലിസ് കേട്ടിട്ടില്ലേ നിങ്ങള്? മജ്ലിസ്, ജലസ എന്ന ഫീലുമായി ബന്ധപ്പെട്ട ഒരു ഇസ്മാണ് മജ്ലിസ്. മജ്ലിസ് എന്ന് പറഞ്ഞാൽ സഭ എന്നാണ് അർത്ഥം. ആ ഏത് അത് മക്തൽ എന്ന് പറഞ്ഞാൽ എന്താ? കൊന്ന സ്ഥലം. മക്തബ്, യെസ് യെസ്, മക്തബ് ഓഫീസ്. ഓഫീസ് എഴുതുന്ന സ്ഥലം അല്ലേ? ഡെസ്കിന് എന്താ പറയാ? അത് അത് മക്തബല്ലത്, അത് അത് വെച്ചെഴുതുന്നതാണ് അല്ലേ? എഴുത്ത് നടക്കുന്ന സ്ഥലം, എഴുത്തുകുത്തുകൾ നടക്കുന്ന സ്ഥലം, അതല്ല ഓഫീസ്. മക്തബ് ഓഫീസ് എന്ന് പറയും. ആ അപ്പൊ അതിന് അങ്ങനെയാണ് പറയാ, മക്തബ്. ഓഫീസിനൊക്കെ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ഓഫീസിന് മക്തബ് മക്തബ് എന്നാണ് എഴുതിണ്ടാകുക, മക്തബ്. ഫാക്ടറി, ഫാക്ടറിക്ക് എന്താ പറയാ? മസ്ന എന്ന് പറയും. മസ്ന, ഫാക്ടറി, അത് നിർമ്മിക്കുന്ന സ്ഥലം, നിർമ്മിക്കുന്ന സ്ഥലം, അതാണ് മസ്ന. എന്താ പറഞ്ഞേ? അതെ അതെ അതെ, നിർമ്മാണം നടക്കുന്ന സ്ഥലം മസ്ന. സാനിൾ, നിർമ്മാതാവ്. മസ്നൂ, പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റ് മസ്നൂ, നിർമ്മിക്കപ്പെട്ടത്. നിർമ്മിക്കപ്പെട്ടതിനുള്ള പ്രൊഡക്റ്റ് പറയാം. അപ്പൊ ഒരു ഫിഇലുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇസ്മുകളുണ്ട്. ആ ഇസ്മുകളെ അത് നമ്മൾ ഫീലിനോട് ചേർത്ത് പറയേണ്ടതാണ്. പക്ഷെ അത് ഇസ്മാണ്, പക്ഷെ ഫീലിന്റെ മീനിങ്ങും അതിലുണ്ടാവും, ഉള്ളിലുണ്ടാവും. ഇപ്പൊ ഇവിടെ നോക്ക് നിങ്ങള്, അതിൽ ഒന്നാണ് ഇസ്മു ഫായിൽ എന്നുള്ളത്. ഫായിലുൻ, പ്രവർത്തിക്കുന്നവൻ. ഇത് ഫഅല, പ്രവർത്തിച്ചു. ഫായിലുൻ, പ്രവർത്തിക്കുന്നവൻ. അപ്പൊ പ്രവർത്തിക്കുക എന്ന പ്രവർത്തനം ചെയ്യുന്ന ആള് ഇസ്മാണ്. അതുകൊണ്ടാ തൻവീൻ ഉണ്ടായത്. ഫായിലുൻ, ഫായിലുൻ, ഫായിലാനി, രണ്ട് പ്രവർത്തിക്കുന്നവൻ, പ്രവർത്തിക്കുന്ന രണ്ട് പേർ. ഇസ്മ മാത്രമേ ബഹുവചനമാവുള്ളൂ, ദ്വിവചനമാവുള്ളൂ. ഇസ്മ മാത്രമേ ആവുള്ളൂ. ഇസ്മിന്റെ പ്രത്യേകതയാണ് തസ്നിയും ജമ്മൊക്കെ ആകുക എന്നുള്ളത്. ഹർഫിന് ആ പ്രത്യേകത അല്ല, അതുപോലെ ഫീലിനും എന്തില്ല, ആ പ്രത്യേകത അല്ല. ഫീല് ബഹുവചനാവോ? അടിച്ചു എന്ന് പറഞ്ഞു, അടിച്ചു എന്ന് എങ്ങനെ ബഹുവചനാകാം? അടിച്ച ആള് ചിലപ്പോൾ അടിച്ചത് ഒരാളാവാം, ഒരുപാട് പേരാവാം. അപ്പൊ അടിച്ച വ്യക്തി കുറെ പേരാവാം, അത് ബഹുവചനാവും. അടിക്കുക എന്നുള്ള പ്രവൃത്തി ഒന്നേ ഉണ്ടാവും. വെട്ടുക, നടക്കുക, ഓടുക, ചാടുക, ഇതൊക്കെ ക്രിയയാണ്. ഈ ക്രിയൊന്നും ജമ്മാവില്ല. അപ്പൊ നമ്മള് ആ ഇസ്മിലേക്ക് ഫീലുമായി ബന്ധപ്പെട്ട് വരുന്ന ഇസ്മുകൾ, അതിൽ ഒന്നാം നമ്പറാണ് ഫായിലുൻ എന്നുള്ളത്. ഇസ്മു ഫായിൽ എന്നുള്ളത് ആണ്. ഫായിലുൻ ഏതൊരു ഫീലിനും നമുക്ക് ഇതെടുക്കാൻ കഴിയും, ഏതൊരു ഫീലിനും. കതബ, എഴുതുന്നവൻ. കാത്തിബുൻ, എഴുതുന്നവൻ. നസറ, സഹായിച്ചു. നാസിറുൻ, സഹായിക്കുന്നവൻ. ദഖല, പ്രവേശിച്ചു. ദാഖിലുൻ, പ്രവേശിക്കുന്നവൻ. ഖറജ, പുറപ്പെട്ടു. ഖാരിജുൻ, പുറപ്പെടുന്നവൻ. ദറബ, അടിച്ചു. ലാരിബുൻ, അടിക്കുന്നവൻ. ഖതല, കൊന്നു. ഖാത്തിലുൻ, കൊല്ലുന്നവൻ. ജലസ, ഇരുന്നു. ജാലിസുൻ, ഇരിക്കുന്നവൻ. ദഹബ, പോയി. ദാഹിബുൻ, പോകുന്നവൻ. പറയും, നിങ്ങൾ പറയും, നിങ്ങൾക്ക് അറിയുന്ന പേര് പറയും. ഹസിബ, ഹാസിബുൻ. പിന്നെ പറഞ്ഞോളെ. സമിഅ, എന്തോരും? സമിഅ, സാമിഉൻ. പിന്നെ അലിമ, ബാസിറെന്ന് വരും. ബാസിറെന്ന് വരും. അതിന്റെ ഉപയോഗം ബസീർ എന്നുള്ളതാണ്. പക്ഷെ ബസിന് നമുക്ക് ഉണ്ടാക്കാം, സർഫാക്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ബാസിർ, യെസ്. റഫഅ, റാഫിഉൻ, അതെ നിങ്ങളെ പേര്. പിന്നെ സഹല, സാഹിലുൻ. ഓക്കെ. പിന്നെ ഹക്കമ, ഹാക്കിമുൻ, ഹക്കീമുൻ എന്ന് പറയും. അതെ അതെ, എളുപ്പമാക്കുന്ന ആള്. പിന്നെ കത്തമ,
കത്തമ മറച്ചു വെച്ചു അല്ലേ? ആ കത്തമ കാത്തിമുൻ. പിന്നെ ആ യെസ്, നാമന ഇമുൻ. പിന്നെ സാമ സാ ഇമുൻ, സാമ നോമ്പ് നോമ്പ് നോറ്റു, നോമ്പ് നോക്കുന്നവൻ. പിന്നെ റാമിൻ, റമാ റാമിൻ. സക സാക്കിൻ, സഫ സാഫിൻ. സൊല്ല അത് മുസല്ലിൻ. അല്ല അല്ല അല്ല, സൊല്ല എന്നുള്ളതിന്റെ അത് എത്ര അക്ഷരം ഉണ്ട്? 4 അക്ഷരം ഉണ്ടായില്ലേ? സൊല്ല, സ്വാദ്, 2 ലാമ്, പിന്നെ അവസാനം ഒരു. അപ്പോൾ സൊല്ല യുസല്ലി എന്ന് പറഞ്ഞിട്ട് മുസല്ലിൻ എന്ന് വരിക. മുസല്ലി, മുസല്ല അതാണ്. മുസല്ല നിസ്കരിക്കുന്ന സ്ഥലം. മുസല്ല നിസ്കരിക്കുന്ന സ്ഥലം. മുസല്ലത്തു മുസല്ലൻ നിസാ, സ്ത്രീകൾ നിസ്കരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് അതൊക്കെ തന്നെ ഈ സ്വല്ല എന്നുള്ള ഇരുന്ന് വന്നാണത്. അക്രം, അക്രം, അക്രമ എന്നുള്ളത് അത് ഫീലാണ്. അക്രമ ഫീലാണ്. അതിൻ്റെത് മുക്രിം. അക്രമ ആദരിച്ചു, മുക്രിമുൻ ആദരിക്കുന്നവൻ. യാസീനില്ലേ? ബിമ ഓഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എന്നെ ആദരവ് നൽകപ്പെടുന്നവരിൽ പെടുത്തി എന്നാണ്. മുക്രം, മുക്രിം എന്ന് പറഞ്ഞാൽ ആദരിക്കുന്നവൻ, മുക്രം എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെട്ടവൻ. ഇസ്മു അഫൂലാണ് മുക്രം. ഏതൊരു ഫീൽ എടുത്താലും ലോകത്ത് ഏതെല്ലാം ഫീലുണ്ടോ ആ ഫീല് മുഴുവനും അതിന് ഇസ്മു ഫായിൽ ഉണ്ടാവും. പക്ഷെ എല്ലാത്തിനും ഇസ്മു മഫൂൽ ഉണ്ടായിക്കോണം. നമ്മുടെ സുബൈറല്ലേ? ആ പറ. അത് മൂപ്പര ബീവിയുടെ പേരാണ്. അപ്പോ എന്താണ് മുഫത്തിഷ്? അതെ അതെ, ഫത്തഷ പരിശോധിച്ചു, മുഫത്തിഷുൻ പരിശോധിക്കുന്നവൻ. അത് ഇൻസ്പെക്ടർ, അങ്ങനെയും പേര് പറയാം. വാക്കിഫുൻ അല്ലേ? വഖഫ്. അതെ അതെ, റാക്കിബ് നിരീക്ഷകൻ, ഒബ്സർവർ. പോലീസിന് എന്താ പറയാ? റക്കബ, റക്കബ റാക്കിബുൻ. ഇത് റക്കബ, ഇത് റക്കബ കാഫാണ്. റക്കബ നിരീക്ഷിച്ചു, റാക്കിബ് നിരീക്ഷിക്കുന്നവൻ. അള്ളാഹുവിനുണ്ടല്ലോ റഖീബ്. സബറ സ്വാബിർ. സഫറ അത് സാഫറ, സാഫറന്റെ മുസാഫിർ. സാഫറ യാത്ര ചെയ്തു, മുസാഫിർ യാത്ര ചെയ്യുന്നവൻ. അല്ലല്ല അല്ലല്ല, യാത്ര ചെയ്യുന്നവൻ എന്നാണ്. ഫായിലാണ്, ഇസ്മു ഫായിലാണ്. മുസാഫിറുൻ എന്നാണ് വരിക. മുസാഫിർ ഇസ്മു മഫൂലാകുമ്പോൾ മുസാഫറുൻ എന്നാണ് വരിക. ഏതൊരു ഫീൽ എടുത്താലും വരും. കുറെ ഫീലുകൾ പറഞ്ഞു. മുസാഫിർ, മുസാഫിർ എന്നാണ് യാത്രക്കാരൻ. അതെ. ഏത്? അത് പറയാം. അത് സാക്കിൻ എന്ന് വരാം. സക്കനന്റെ ഇസ്മു ഫായിൽ സാക്കിൻ എന്ന് വരിക. പിന്നെ അത് ഉപയോഗത്തിൽ മിസ്കീൻ എന്നും പറയും. അത് നമ്മൾ അത് പറയും. നമ്മൾ ഇതിപ്പോ നിയമാനുസൃതമായിട്ട് വരുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. നമ്മള് സക്കന എന്നാണ് അതിന്റെ ഫീല് വരിക. മിസ്കീന്റെ ഫീല് സക്കന എന്ന് വരിക. അതിന്റെ യഥാർത്ഥ ഇസ്മു ഫായിൽ സാക്കിൻ എന്നാണ് വരിക. സാക്കിൻ. സാക്കിനായ നൂന്, സുക്കൂനുള്ള നൂന്, അടങ്ങുന്ന നൂന് എന്ന്. അതായത് അതിന് ചലനമൊന്നുമില്ലാന്ന്, അറക്കത്തില്ലാന്ന്. മറ്റേ ഞാ എന്ന് പറയുമ്പോ നീ നു, നാ നീ നു, അത് ഹർക്കത്തുണ്ടല്ലോ, അതിന് ചലനം ഉണ്ടാവും. ഇതാവുമ്പോ സുക്കൂൻ തന്നെ എപ്പോഴും അടങ്ങിയത് എന്നർത്ഥം. സക്കന എന്ന് പറഞ്ഞാൽ അടങ്ങുക എന്നാണ്. മിസ്കീന്മാരെന്ന് പറഞ്ഞാൽ അടങ്ങുന്ന ആള് എന്നർത്ഥം, സമാധാനമുള്ള ആള് എന്നർത്ഥം. ഉണ്ട്. താമസിക്കൽ ഒരു അടങ്ങലാണല്ലോ, ഒതുങ്ങിക്കലാണല്ലോ. മസ്കൻ താമസിക്കുന്ന സ്ഥലം. എവിടെ മസ്കൻ?
ആ അതെ, സ്വർഗം താമസിക്കുന്ന സ്ഥലം ലഭിക്കണമെങ്കിൽ എന്നർത്ഥം. നമ്മൾ ഏത് ആ അതെ അതെ, സെക്കീനൊക്കെ തന്നെയാണ്. പക്ഷെ ഓൾക്കൊരു അടങ്ങലുണ്ടാവില്ല. പേരിന്റെ അർത്ഥം അടങ്ങുക എന്നുള്ളത് തന്നെയാണ് സക്കീന എന്ന് പറഞ്ഞത്. പേര് വെക്കുകയാണെങ്കിലേ, പേര് പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. വേലായുധം എന്നുള്ളത് അറബിയിൽ എഴുതിയപ്പോഴേ വിലായുദ്ദീൻ എന്ന് വായിച്ചു ഗൾഫുകാർ, ഒരു അറബി. അപ്പൊ ഈ ദീനിന്റെ വലിയൊരു സാധനമാണ് പറഞ്ഞിട്ട് ഓനെ കയറ്റി വിട്ടു. വേലായുധം എന്ന് അറബിയിൽ എഴുതിയപ്പോ വിലായുദ്ദീൻ. മുസ്ലിം ഒരു മുസ്ലിമായ ഒരാളുടെ പേര് എനിക്ക് ഓർമ്മല്ല. ഒരു കറക്റ്റ് മുസ്ലിമായ പേര് വേറെന്തോ ആക്കി വായിച്ചു അയാൾ. അപ്പൊ അതാണ്, ഏതൊരു ഇസ്മുമായാലും ഫായിലുണ്ടാവും, ഏതൊരു ഫീൽഡിനും ഫായിലുണ്ടാവും. അത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. ഫീൽഡിന് ഫായിൽ ഉണ്ടായേ പറ്റൂ. ഉദാഹരണം പറയാ, നസറ സെയ്ദുൻ, സെയ്ദ് സഹായിച്ചു. ഫായിലില്ലാത്ത ഫീലുകൾക്ക് അതപ്പോ ഞാൻ പറയുന്നത്. നസറ സഹായിച്ചു, സെയ്ദുൻ സെയ്ദ് സഹായിച്ചു. സെയ്ദ് സഹായം ചെയ്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ നസറ സെയ്ദ് എന്ന് പറയാം. ഇനി നസറ എന്നൊരു ഫായിൽ വന്നില്ല എന്ന് വിചാരിച്ചാൽ, ഒരു ഫായിൽ ഒരു പ്രത്യേകമായ ഒരു ഫായിലിനെ പറഞ്ഞില്ലെങ്കിലും അവിടെ ഒരു നാസിർ ഉണ്ടാവും. നസറ നാസിറുൻ, സഹായിക്കുന്നവൻ സഹായിച്ചു. സഹായിക്കുന്നവനില്ലാതെ സഹായം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യാം. അപ്പൊ നസറ നാസിറുൻ, നസറ സെയ്ദുൻ, ഫഅല ഫായിലുൻ, കതബ കാത്തിബുൻ, ജലസ ജാലിസുൻ. കണ്ടോ, അങ്ങനെ വരും. ഏതൊരു ഫീൽഡിനും ഫായിൽ ഉണ്ടാവും. ചിലപ്പോൾ ലാഹിറായ ഇസ്മായിരിക്കും, ചിലപ്പോൾ ആ ഇസ്മും തന്നെ ആ ഫീലിൽ തന്നെ ഒരു ഇസ്മ ഉണ്ടാവും. അതാണ് ഇപ്പത് ഇസ്മു ഫായില്, ഇസ്മു മഫൂല് എന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ സർഫാക്കുന്നുണ്ടെങ്കിൽ ഫായിലുൻ, ഫായിലാനി, ഫായിലൂന, ഫായിലത്തുൻ, ഫായിലത്താനി, ഫായിലാത്തുൻ. കണ്ടോ, ഫായിലുൻ, ഫായിലാനി, ഫായിലൂന. അവിടെ നോക്കി നിങ്ങൾ, ഫായിലുൻ, ഫായിലാനി, ഫായിലൂന, ഫായിലത്തുൻ, ഫായിലത്താനി, ഫായിലാത്തുൻ. നസറ സർഫാക്കി, റാഫിക സർഫാക്കി നസറ. ഇതേപോലെ സർഫാക്കി. ഏത് കത്തബ, കത്തബന്റെ ഇതേപോലെ സർഫാക്കി. ഹക്കീം ക കാത്തിബത്തുൻ, യെസ് ശരിയാണ്. അതേപോലെ തന്നെ ഇനി ജലസ, നമ്മൾ സംശയം ഏത് താലിബുനോ, താലിബുന്നോ? ഇസ്മായിലിനാണ് താലിബുൻ എന്നുള്ളത്, വിദ്യാർത്ഥി. അല്ല, അതിന്റെ ബഹുവചനാണ് തുല്ലാബ്. താലിബു എന്നുള്ളതിന്റെ താലിബുൻ, താലിബാനി, താലിബൂനാന്ന് ഇതേ രൂപത്തിലാവും. ബഹുവചനം ചിലത് വേറെ രൂപത്തിലും വരും. തുല്ലാബ്. താലിബ് പറഞ്ഞ എന്താ? അപ്ലിക്കേഷൻ അല്ല, അപേക്ഷ. അതന്നെ ഒരു തേട്ടം. അപ്പൊ താലിബു എന്ന് പറഞ്ഞാൽ തേടുന്നവൻ എന്നാണ് അർത്ഥം. തേടുന്നവൻ. ഇവനെപ്പോഴും തേടിയും കൊണ്ടായിരിക്കുമല്ലോ. എന്തിനാ ത്വാലിബ് എന്ന് പറഞ്ഞ പേര്? ഓനെപ്പോഴും തേടുകാരം, അറിവ് ഇങ്ങനെ തേടുകാരം. അത് അവസാനിക്കൂല. താലിബുൻ, താലിബാനി, താലിബൂന, താലിബത്തുൻ, താലിബത്താനി, താലിബാത്തുൻ. തുല്ലാബുൻ എന്നുള്ളതും താലിബുൻ എന്നുള്ളതിന്റെ ബഹുവചനമാണ് തുല്ലാബ്. അത് ബഹുവചനം ഒന്നിന് പലതും വരും. ഒരു ഇസ്മിനിക്ക് അതെ 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 അതെ. അത് വേറെ ഒരു കാര്യം കൂടി നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ട് പറയാം. രണ്ട് രൂപത്തിൽ ജം ഉണ്ട്, രണ്ട് രൂപത്തിൽ. അതായത് സലാമത്തിന്റെ ജം, തക്സീറിന്റെ ജം എന്ന് പറയാം.
നമ്മൾ നഹ്വിൽ വിശദമായിട്ട് പഠിക്കും. സലാമത്തിൻ്റെ ജംഅ്, തക്സീർ ജംഅ്. സലാമത്തിൻ്റെ ജംഅ് എന്ന് പറഞ്ഞാൽ ഏകവചനത്തിൻ്റെ രൂപം ബഹുവചനത്തിൽ നിന്ന് ഒരു പോറലും ഏൽക്കാതെ നമുക്ക് എടുക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, ഫായിലുൻ, ഈ ഫായിലു എന്നുള്ളതിനെ ഫായിലുന എന്നുള്ളതിന് എടുത്തൂടെ? ഒരു പൊട്ടലും ഇല്ലാതെ ചീറ്റലും ഇല്ലാതെ കറക്റ്റ് അതേപോലെ തന്നെ. ഫായിനിക്ക് ഫത്ത്ഹ്, ഇവിടെയും ഫായിനിക്ക് ഫത്ത്ഹ്, പിന്നെ ഒരു അലിഫ്, ഇവിടെ പിന്നെ ഐന്, പിന്നെ ഇവിടെ ഐന്, പിന്നെ ലാമ്, പിന്നെ ഇല്ല. അങ്ങനെ തന്നെ ഒരു പൊട്ടിച്ചാതെ കിട്ടൂലേ? കിട്ടൂലേ? അതിന് സലാമത്തിന്റെ ജംഅ്. സലാമത്തിന്റെ ജംഅ്, സലാമത്ത് രക്ഷപ്പെട്ട ജംഅ് എന്ന് അതിന് പറയാം. ഏകവചനം അതിൽ രക്ഷപ്പെട്ടിരിക്കുന്നു, ഏകവചനത്തെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ നോക്കി, ഞാൻ വായിച്ചല്ല പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഫായിലുൻ എന്നുള്ളത് ഏകവചനാണ്, തർക്കമല്ലല്ലോ. ഫായിലുന എന്നുള്ളത് ബഹുവചനാണ്, കറക്റ്റ് കിട്ടണില്ലേ? ഫായിലുൻ, ഫായിലൂന, ഈ വാവ് നൂനോട് മാറ്റിയാൽ കറക്റ്റ് ആയില്ലേ? ആയില്ലേ ഹക്കീംക? ഇനി ഇതല്ലാത്ത വേറെ ജമ്മും വരും. ഏത് പറയോ? കാത്തിബുൻ, കാത്തിബൂന കറക്റ്റാണ്. പക്ഷെ കുത്താബുന്നും വരും. കുത്താബ്, കുത്താബ്. ഏതുപോലെ? താലിബുൻ, തുല്ലാബ്. റാസിക്കുൻ, റാസിക്കൂന, റാസിക്കുൻ, റാസിക്കൂന. അത് പറയട്ടെ, അത് റാസിക്കുന്ന് റസാക്ക് പറ, ഏകവചനം തന്നെയാണ്. റസാക്ക്, അബ്ദുർ റസാക്ക് എന്ന ഏകവചനം തന്നെയാണ്, അത് വ്യത്യാസമില്ല. കാത്തിബുൻ, കുത്താബുൻ, ജാലിസുൻ, ജലീസുൻ, അങ്ങനെ ജമ്മു വരും. അല്ല സോറി, ജലീസു ഏകവചനാണ്. ജലീസുൻ ഇരിക്കുന്നവെന്നാണ്, തൊട്ടടുത്ത് ഇരിക്കുന്ന ആൾക്ക് ജലീസ്. അപ്പോ സലാമത്തിന്റെ ജംഅ് എന്ന് പറഞ്ഞാൽ ഇതേ രൂപത്തിൽ ഏകവചനത്തിനെ ബഹുവചനത്തിൽ നിന്ന് കിട്ടും. ഇനി നേരെ മറിച്ച് അങ്ങനെ കിട്ടാത്തതുണ്ട്. കിതാബുൻ ഏകവചനല്ലേ? അല്ലെ? കിതാബ് പുസ്തകം എന്നല്ലേ? ഒരു പുസ്തകം അതിൻ്റെ അർത്ഥം. അതിന്റെ ബഹുവചനം എന്താണെന്ന് അറിയോ നിങ്ങള്? കുത്തുബുൻ എന്നാണ്. ബഹുവചനത്തിൽ 3 അക്ഷരമുള്ളൂ, ഏകവചനത്തിൽ 4 അക്ഷരവും ബഹുവചനത്തിൽ 3 അക്ഷരവും. കീ എന്നുള്ളത് കൂന്നായി, താ എന്നുള്ളത് തൂന്നായി. ആ അലിഫ് പോയി, ഇവിടെ ഏകവചനത്തിൽ അലിഫ് പോയി. അപ്പൊ കിതാബുൻ, കുത്തുബുൻ. അങ്ങനെയുള്ള ഇത് തക്സീർ ജംഅ്, പൊട്ടിച്ച ജംഅ് എന്നാ പറയാം. പൊട്ടിത്തകർന്ന ജംഅ്. കസ്സറ, കസ്സർ എന്നൊക്കെ പറയില്ലേ? തകർന്നു, പൊട്ടി, ഇത് പൊട്ടിച്ചു. അവിടെ കീ എന്നുള്ളത് ഇവിടെ കൂന്നായി. മറ്റോടത്ത് അങ്ങനെ ആയിട്ടില്ലല്ലോ. അവിടെ ഫാ തന്നെയാണ്, അവിടെയും ഫാ തന്നെയാണ്. ഈ തന്നെയാണ്, ഇവിടെയും ഈ തന്നെയാണ്. ലൂൻ തന്നെയാണ്, ഇവിടെയും ലൂൻ തന്നെയാണ്. അപ്പൊ ഒരു പദത്തിന്, ഒരു ഏകവചനത്തിന് സലാമത്തിന്റെ ജംഅ് ഉണ്ടാകാം, തക്സീറിന്റെ ജംഅ് ഉണ്ടാകാം. മുസ്ലിമുൻ, അതെ, തടി കേടാകാത്ത ജംഅ്, ഏകവചനത്തിന്റെ തടി കേടാവാത്ത ജംഅ്. മറ്റേത് തടിക്ക് പരിക്ക് പറ്റിയ ജംഅ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ശംസുക? തക്സീർ, 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 ആ പൊട്ടിച്ചത്. കാഫ്, കാഫ്. അതെ. ഒരു ഉദാഹരണം പറയാം. കിതാബ്, കിതാബ് ഏകവചനാണ്, അതിന്റെ ജംഅാണ് കുത്തുബുൻ. അത് പൊട്ടിച്ചു, പൊട്ടിച്ചില്ലേ? കീ എന്നുള്ളത് കൂന്നായി, താ എന്നുള്ളത് തൂന്നായി, അലിഫന്നെ പോയി. പൊട്ടിച്ചപ്പോ അലിഫണ്ട് പൊട്ടിപ്പോയി. പിന്നെ ബുൻ. ഇപ്പൊ ഏതുപോലെ? ജബല്, ജബൽ എന്ന് പറഞ്ഞാൽ എന്താ? മല എന്നർത്ഥം. ജിബാലുൻ, ജബൽ ഏകവചനാണ്, ജിബാലുൻ. അത് ജാ എന്നുള്ളത് ജീനായി, ബാ എന്നുള്ളത് ഇവിടെ ബാ തന്നെയാണ്, പിന്നെ ഒരു അലിഫും വന്നു ജമ്മില്, പൊട്ടിച്ചു. തക്സീറാണ്, ജിബാല് തക്സീറാണ്. നേരെ മറിച്ച് ഇത് സലാമത്തിന്റെ ജമ്മാണ്. ഓക്കെ. ഇതിപ്പോ നമ്മളൊരു 3 അക്ഷരമുള്ള ഫീല് കിട്ടിയാൽ അതിന്റെ ഇസ്മു ഫായിൽ ഉണ്ടാക്കാൻ അറിയില്ലേ? എളുപ്പല്ലേ?
സമിഅ സാമിഉൻ, കതബ കാതിബുൻ, ഖതഅ ഖാതിഉൻ, ഖതല ഖാതിലുൻ, ജലസ ജാലിസുൻ, റഹബ റാഹിബുൻ, നസറ നാസിറുൻ, ദഖല ദാഖിലുൻ, ഖറജ ഖാരിജുൻ. ബസ്. അക്കല കാക്കിൽ, അക്കല തിന്നു, ആക്കിലും തിന്നുന്നവൻ, അക്കിലുൻ ആക്കിലാനി ആക്കിലും. ഭയങ്കര തീറ്റക്കാരന് അക്കാലുൻ എന്ന് പറയും. അക്കാൽ, അക്കാലുൻ, അക്കാലുൻ, ഫആല് വസ്ന് പറയും. ഏതുപോലെ ഗാഫിർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവനാണ്. അള്ളാഹുവിന് എന്തുണ്ട്? ഗഫാർ എന്നുള്ള പേരുണ്ട്, കൂടുതൽ പൊറുക്കുന്നവനാണ്. ഗഫാർ, കൂടുതൽ പൊറുക്കുന്നു. ഗഫൂറുൻ, അതും കൂടുതൽ പൊറുക്കുന്നവനാണ്. ഗഫൂറുൻ, കൂടുതൽ പൊറുക്കുന്നു. ആ, അക്ഷരം കൂടുന്നതിനനുസരിച്ച് മീനിങ് കൂടും. റഹ്മാനും റഹീമും ഗാഫിറുദ്ദംബി, ഗാഫിറുദ്ദംബി, ഖാബിലുത് തൗബി, ശദീദുൽ ബത്ശി. അല്ലേ സുഹൈൽ സാറേ? ഓതി. ഗാഫിർ. ഓക്കെ, രണ്ടാമത്തേക്ക് കിടക്കട്ടെ. രണ്ടാമത്തെ പറയട്ടെ, അത് എളുപ്പമാണ്. ഇസ്മഫൂല്. ഇതിപ്പോ പറഞ്ഞ സലാമത്തിൻ്റെയാണ്, സലാമത്തിന്റെ. പിന്നെ മറ്റൊരു ഇതും കൂടി ഉണ്ട്, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഓർത്ത് നോക്കണല്ലാണ്. ബുദ്ധിയുള്ള വസ്തുക്കൾക്കാണ് ഈ രൂപത്തിൽ ജമ്മു വരിക. ബുദ്ധിയുള്ള ആളുകൾക്ക്, ബുദ്ധിയുള്ള വസ്തുക്കൾക്ക്. കിതാബുൻ, കിതാബാനി, കിതാബൂന എന്ന് പറയില്ല, കിതാബിന് ബുദ്ധിയില്ല. കലമുൻ, കലമാനി, കലമൂന എന്ന് പറയില്ല. അതാ ഞാൻ പറഞ്ഞു, ഫിഇല് ചെയ്യുന്ന കർത്താവുകളായി വരുന്ന ഇസ്മിനിക്ക് ഇങ്ങനെ ജമ്മു വരുള്ളൂ. മുസ്ലിമുൻ, ബുദ്ധിയുള്ള ആളല്ലേ? മുസ്ലിമുൻ, മുസ്ലിമാനി, മുസ്ലിമൂന. കാഫിറുൻ, ബുദ്ധിയുള്ള ആളല്ലേ? ജാലിസുൻ, ഇരിക്കുന്നവൻ. അപ്പൊ മൃഗങ്ങൾ ഇരിക്കൂലേ? അത് വേറെ, അവരിരുത്തം വേറെ. നമ്മൾ പറയില്ല, അതാ ഒരു പേന അവിടെ ഇരിക്കുന്നു എന്നൊക്കെ പറയും. 3 പേനക്ക് അക്ലാം എന്ന് പറയും. കലമിന്റെ ബഹുവചനം എന്താണ്? അക്ലാം. ജബൽ, മല. ജബലിന്റെ ബഹുവചനം അജ്ബാൽ അല്ലെങ്കിൽ ജിബാൽ, രണ്ടും പറയും. അപ്പൊ ബുദ്ധിയുള്ള അതിനൊക്കെയാണ് ഈ രൂപത്തിൽ വരിക. വാവും നൂനും കൊണ്ടും ജമ്മു വരിക, വാവ് കൊണ്ടും നൂനും കൊണ്ടും ജമ്മു വരില്ല. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ പൊട്ടിച്ചതൊക്കെ ഈ രൂപത്തിലെ വരിക. കിതാബ്, കുത്തുബുൻ. കലമ്, അഖിലാം. നിങ്ങൾ ഏതിന്റെ ജമ്മു എടുത്തോളും, ഇസ്മു കുറേ ഉണ്ടല്ലോ. ഏതൊരു അറബി ഇസ്മു എടുത്തോ, ബുദ്ധിയുള്ളതിന് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണോ അതിനക്ക് ഈ രൂപത്തിൽ ജമ്മു വരും. അല്ലാത്തതിന് തസ്നി അല്ലാത്തതിനും വരും കേട്ടോ. കിതാബുൻ, കിതാബാനി എന്നാ വരിക. 2 കിതാബിന് കിതാബാനി എന്നാ പറയാം. 2 മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമാനി എന്നാ പറയാം. 2 കാഫിറുകൾക്ക് കാഫിറാനി എന്നാ പറയാം. 2 ഇരിക്കുന്ന ആൾക്ക് ജാലിസാനി എന്ന് പറയാം. പക്ഷെ ജമ്മു വരണമെങ്കിൽ, ജമ്മു സലാമത്ത് വരണമെങ്കിൽ ബുദ്ധിയുള്ള വസ്തുവാകും. ആബിദുൻ, ആബിദാനി, ആബിദൂന. ദാക്കിറുൻ, ദാക്കിറാനി, ദാക്കിറൂന. സാമിഉൻ, സാമിആനി, സാമി. ഇതൊക്കെ ബുദ്ധിയുള്ള വസ്തുക്കൾ. വേണ്ട, തക്സീറിന് ബുദ്ധി ഇല്ലാത്തതിന് അങ്ങനെ വരാം. തക്സീർ വരാം. അതല്ല, അത് 2 പേരുണ്ടല്ലോ. അപ്പോ ബുദ്ധിയില്ലാത്തവരൊക്കെ ഒരു ബുദ്ധിയില്ലാത്ത ഒരാൾ കേൾക്കുന്നുണ്ടെങ്കിലോ അപ്പോഴും സാമ്യം തന്നെ പറയാം. അപ്പൊ സാധാരണ ഉദ്ദേശമുള്ളൂ. ഇപ്പൊ ഒരാൾ പറഞ്ഞ് മുഴം, 1.25 മുഴം നീളവും വീതിയും ആഴവുമുള്ള ഒരു കുഴിയിൽ കൊള്ളുന്ന വെള്ളമാണ് 2 കുല്ലത്ത്. അപ്പൊ ഒരാളെ സംശയം, ഒരാളെ കൈ 2 കിലോമീറ്റർ നീളുണ്ട്. സംശയം അങ്ങനെയുള്ള വരിക. 2 കിലോമീറ്റർ വേണ്ടല്ലേ, കുറച്ചുകൂടി പോയി. ഒരാളെ കൈ 50 മീറ്റർ നീളുണ്ട്.
അപ്പോൾ അയാളൊരു മുഴം 25 മീറ്റർ അല്ലേ പകുതി വരുമ്പോഴേ. അപ്പം നമ്മൾ അവിടെ പറയാം സാധാരണ ഒരു മനുഷ്യൻ്റെ കൈ, സാധാരണ ഒരാളുടെ കൈ എത്ര ഉണ്ടാവും, അത് ആ മുഴം കണക്കാവും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പൊട്ടനായ ഒരാൾ, ഒരു ബുദ്ധിയില്ലാത്ത ഒരാൾക്ക് അവനക്ക് സാമ്യൂൻ തന്നെ പറയാം. സാമ്യൂന അങ്ങനെ കുറേ ആളുകളുണ്ടെങ്കിൽ സാമ്യൂങ്ങൾ തന്നെ പറയാം. പക്ഷെ അത് അടിസ്ഥാനപരമായിട്ട് അത് ഉപയോഗിക്കുന്നത് ബുദ്ധിയുള്ളവർക്കല്ലേ എന്നുള്ള ഉദ്ദേശം. പിന്നെ ചിലതിന് 2 ജമ്മും വരും, തെക്സീറിൻ്റെ ജമ്മും വരും, സലാമത്തിൻ്റെ ജമ്മും വരും. അപ്പോൾ ഉറപ്പാണല്ലോ സലാമത്തെ ജമ്മു വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിയുള്ളതാണ്. തെക്സീറിൻ്റെ ജമ്മു അധികവും ഈ രൂപത്തിലാണ് ബുദ്ധിയില്ലാത്തതിനെ വരിക. ബുദ്ധിയില്ലാത്തതിന് തെക്സീറിൻ്റെ ജമ്മേ വരും, ബുദ്ധിയുള്ളതിന് സലാമത്തിൻ്റെ ജമ്മും വരും, അല്ലാത്ത ജമ്മും വരും. ഇതിനാണ് ഈ തുല്ലാബ് ഉദാഹരണം പറഞ്ഞത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അതായത് അല്ല, ബുദ്ധി ഉള്ളതിനിക്ക് സലാമത്തിൻ്റെ ജമ്മും വരും, തെക്സീറിൻ്റെ ജമ്മും വരും. എന്നാൽ ബുദ്ധിയില്ലാത്തതിനിക്ക് തെക്സീറിൻ്റെ ജമ്മ് മാത്രമേ വരൂ. ബുദ്ധിയില്ലാത്ത ഇസ്മുകളുണ്ടല്ലോ അതെനിക്ക് തെക്സീറിൻ്റെ ജമ്മ് മാത്രമേ വരൂ. ഏതുപോലെ കിതാബുൻ ബുദ്ധിയില്ല, അതിന് കിതാബൂനാന്ന് ജമ്മ് വരൂല, അതിനെന്തേ വരൂ? കുത്തുബുന്നെ വരും. കലമ് ബുദ്ധിയില്ല, അക്ലാം എന്നേ വരും. ജബല് ബുദ്ധിയില്ല, ജിബാല് എന്നേ വരൂ. ഫൽസ് ബുദ്ധിയില്ല, ഫുലൂസ് എന്നേ വരുള്ളൂ, ഫൽസൂനാന്ന് വരില്ല. ബുദ്ധി 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 അക്കല് ഫൽസ് വരും, ഫിൽസ് എന്ന് പറയും. ഒരു ഫിൽസ് എടുക്കാനല്ല പറയും അല്ലേ? ഓക്കെ. മാഫി ഫുലൂസ്, മുഫ്ലിസ് പാപ്പർ. അതെ, മാഫി എന്ന് പറഞ്ഞാൽ ഇല്ലാന്നർത്ഥം. മാഫി എന്ന് പറഞ്ഞാൽ ഇല്ലാന്ന്. മുഹ്മാഫി റിയാലിന്റെ ജമ്മ് റിയാലാത്ത്. അതെ അതെ, റിയാലാത്ത്. റിയാലൂന എന്ന് പറയില്ല. അല്ല, ദിർഹമിന് ദറാഹിം എന്ന് പറയാം. ദറാഹിം. പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് പറയട്ടോ, ബുദ്ധി ഇല്ലാത്തതിനും പെണ്ണുങ്ങൾ. ഇപ്പൊ റിയാലാത്ത് എന്നുള്ളത് എന്താണ്? അലിഫും താവുകൊണ്ടല്ലേ. സ്ത്രീകൾക്ക് പൊതുവെ കേൾക്കണ്ട, സ്ത്രീകൾക്ക് പൊതുവെ എന്താണല്ലോ, പുരുഷന്മാരത്ര ഇതുണ്ടാവില്ല. വേണ്ടോടത്തുണ്ടാവില്ല, വേണ്ടാത്തോടത്തൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ സാക്ഷി പറയേണ്ടോടത്തെ പുരുഷൻ ഒരാൾ മതി, 2 സ്ത്രീകൾ വേണം പറയാൻ. കാരണം ഒരു പെണ്ണ് മറക്കും. ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞാൽ അതെല്ലാരോടും പറയും. ഇതെപ്പോഴും ഓർമ്മപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരോടും പറയില്ല. എപ്പോഴും ഓർത്തു വെക്കണം എന്ന് പറഞ്ഞാൽ ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും. അവസാനം അറിയാതെ ബൻ്റെ തന്നെ പറയും. അതുകൊണ്ട് ഈ ജമ്മു മുഅന്നസ് ഉണ്ടല്ലോ, അത് ബുദ്ധിയില്ലാത്തതിന് വരും. നമ്മൾ ജമ്മു മുദക്കറിനെ കുറിച്ചാണ് പറയണേ, വാവും നൂനും കൊണ്ടും ജമ്മാണിനെ കുറിച്ചാണ് പറഞ്ഞിട്ടോ. ബുദ്ധി കുറച്ച് ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ, ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ഫായിലുൻ, ഫായിലാനി, ഫായിലൂന, ഫായിലത്തുൻ, ഫായിലത്താനി, ഫായിലാത്തുൻ. ഇതുകൂടി പറയാം. ഇസ്മഫൂല്, മഫ്ഊലുൻ, മഫ്ഊലാനി, മഫ്ഊലൂന, മഫ്ഊലത്തുൻ, മഫ്ഊലത്താനി, മഫ്ഊലാത്തുൻ. മഫ്ഊലുൻ, മഫ്ഊലാനി, മഫ്ഊലൂന. മൻസൂറുൻ, മൻസൂറാനി, മൻസൂറൂന, മൻസൂറത്തുൻ, മൻസൂറത്താനി, മൻസൂറാത്തുൻ. മക്തൂബുൻ, മക്തൂബാനി, മക്തൂബൂന. മദ്ഖൂലുൻ, മദ്ഖൂലാനി, മദ്ഖൂലൂന. മസ്മൂഉൻ, മസ്മൂആനി, മസ്മൂഊന.
മഫ്റൂഷുൻ മഫ്റൂഷാനി മഫ്റൂഷൂന, മഖ്തൂലുൻ മഖ്തൂലാനി മഖ്തൂലൂന. ഏ ആ മൽബൂസുൻ മൽബൂസാനി മൽബൂസൂന. ആ മഖ്റൂജുൻ, പിന്നെ മൈസൂർ. ആ മൈസൂർ വരും. മൈസൂർ സ്ഥലം മൈസൂർ അല്ല. എന്താ പറഞ്ഞേ? മർമിയുൻ മർമിയാനി മർമിയൂന. അതങ്ങനെ വരിക. നിത കാലന്റെ മക്കൂലുൻ മക്കൂലാനി മക്കൂലൂന, അങ്ങനെ വരിക. മക്കൂല് മക്കൂൽ, മക്കൂലുൻ മക്കൂലാനി മക്കൂലൂന. യെസ് യെസ് യെസ്, മക്കൂലാത്തുൻ. അല്ല, അത് മഅ്കൂല്, അത് മഅ്കൂലുൻ മഅ്കൂലാനി മഅ്കൂൽ അതല്ല പറഞ്ഞത്. കാലന്റെ മക്കൂല് മീമ് കഴിഞ്ഞ അംസല്ല, കാഫ്. മർമ്മ എന്ന് പറഞ്ഞ എന്താന്ന് പറയാ ശരിക്കർത്ഥം? എറിയുന്ന സ്ഥലം എന്നാണ് മർമ്മ. ഇപ്പൊ മർമ്മം അങ്ങനെ വന്നോന്നും പറയാൻ പറ്റില്ല. മർമ്മ എന്ന് അറബി പദത്തിന്റെ അർത്ഥം എറിയുന്ന സ്ഥലമാണ്. അല്ലല്ല, മർമ്മ എന്ന് പറഞ്ഞ എറിയുന്ന സ്ഥലം. മർമിയുൻ എന്ന് പറഞ്ഞ എറിയപ്പെടുന്നത് എന്നർത്ഥം. മർമിയുൻ അത് പറയാം. ഇത് മർമ്മ എന്നാ ഞാൻ പറയാം. ഇതുപോലെ നമ്മളിപ്പോ ഇത് പറഞ്ഞില്ലേ, മദ്ഹബ്. മർലിയുന്നോ, മർലി എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെട്ടതെന്നർത്ഥം. അത് ഇതേപോലെ തന്നെ മർമിയു പോലെയാണ്. മർമി എന്ന് പറഞ്ഞാൽ എറിയപ്പെട്ടത്. അതെ അതെ. ഏത് എർമി എന്ന് പറഞ്ഞാൽ എറിയും. മുലാരിയാഫിയിലാണത്. റമാ എർമി, എർമി അവൻ എറിയും. അത് മാലി. ഇത് റമൈത്ത വലാകിന്നല്ലാഹ്. അതൊക്കെ മാലിയാണ്, അതൊക്കെ മാലിയാണ്. റമാ റമയ റമൗ റമത്ത് റമത്ത റമൈന റമൈത്ത, അത് മാലി. പിന്നെന്താ? അപ്പൊ ഇത് 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 എളുപ്പല്ലേ? മഫൂലുൻ മഫൂലാനി മഫൂലൂന സർഫാക്കാൻ എളുപ്പല്ലേ? നമ്മൾ സുബൈറും സർഫാക്കിയ ഏത്? നസറിന്റെ സർഫാക്കിയ മൻസൂർ വരുന്നത്. മൻസൂറാനി ഇനി സ്വാമ നോമ്പ് നോറ്റു. ഏത് ഏത്? മൻസൂറൂന എന്ന് പറയും. സഹായിക്കപ്പെട്ട ആളുകൾ കുറെ ഉണ്ടാവൂലേ? സഹായിക്കപ്പെട്ട ആളുകളെ കുറച്ചോണ്ട് എവിടെ പോയി? സഹായിക്കപ്പെട്ട ആളെന്നുണ്ടാവും, കുറെ ആളുകൾ ഉണ്ടാവും. മഫൂൽ അതിന് വരില്ലല്ലോ. വരുമോ? മസൂമുന്ന വരിക, പക്ഷെ അത് മഫൂൽ ഉപയോഗത്തിൽ ഉണ്ടാവില്ല. നോമ്പ് നോറ്റു പറഞ്ഞാൽ ലാസിമായ ഫീലല്ലേ? അതൊന്ന് മറ്റൊന്നക്ക് വിട്ടു കിടക്കുന്നില്ലല്ലോ. ഞാൻ നോമ്പ് നോറ്റു, ഞാൻ നോമ്പ് നോറ്റു, ഞാൻ നോമ്പ് നോക്കുക എന്നുള്ള പ്രവർത്തനം ഞാൻ അടിച്ചു പറയുന്ന പോലെ വേറൊരാളിലേക്ക് വിട്ടു കിടക്കുന്നില്ലല്ലോ. അത് ലാസിമാണ്. സ്വാമ കാമി ലാസിമാണ്. ലാസിം എന്ന് പറഞ്ഞാൽ മഫൂൽ ഉണ്ടാവാത്തത്, ഇൻട്രാൻസിറ്റീവ് വെർബ്. മഫൂൽ ഉണ്ടാവില്ലേ? മക്കാം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മക്കാം എന്നർത്ഥം നിൽക്കുന്ന സ്ഥലം എന്നർത്ഥം. മക്കാമു ഇബ്രാഹിം, മക്കാമു ഇബ്രാഹിം. കായിമു എന്ന് പറഞ്ഞാൽ നിന്നവൻ, നിൽക്കുന്നവൻ എന്നർത്ഥം. മക്കാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി നിന്ന സ്ഥലം.
മക്കാമ ഇബ്രാഹിമിന്റെ ബാക്കിൽ നിസ്കരിച്ചു, കേട്ടില്ലേ? അവിടെ ഇബ്രാഹിം നബി നിന്ന സ്ഥലമാണ്, കല്ലില്. എല്ലാരും ഉംറ ചെയ്തിട്ടില്ലേ? ഉംറ ഹജ്ജൊക്കെ ചെയ്തില്ലേ? നാളെ നമുക്ക് തർവീയത്തിന്റെ നോമ്പാണ്. ദുൽഹിജ്ജ 8 നോമ്പ് സുന്നത്തുണ്ട്. 1 മുതൽ 9 ഉൾപ്പെടെ സുന്നത്തുണ്ട് കൂടുതലായിട്ടും. അതിന് കഴിയാത്തവർ 8ഉം 9ഉം നോക്കുക. അതിനും കഴിയാത്തവർ 9എങ്കിലും നോക്കുക. 9ാമത്തെ നോമ്പ് നാളെ എന്താ വെച്ചേ? ചൊവ്വ. നാളെ നമ്മളെ ക്ലാസ് അല്ലല്ലോ. നമ്മുടെ ക്ലാസ്സിന് അതെ അതെ, അത് നമ്മളെ ക്ലാസ്സിന് ശനിയാഴ്ച എടുത്താൽ പോരെ? ഒരു ക്ലാസ്സും കൂടി ഈ മാസം ഉണ്ടാവുള്ളൂ, ശനിയാഴ്ച എടുക്കാം. ബുധനാഴ്ച അതെ അതെ അതെ, ശനിയാഴ്ച എടുക്കാം. അപ്പോ ഇവിടെ എന്താ ചോദിച്ച്, എന്തപ്പോ ചോദിച്ച് ശംസുക്ക് എന്താ ചോദിച്ച്? ഒരു വാക്കല്ല ചോദിച്ച്. ഫായിലുൻ ഖായിമുൻ അല്ലേ? കാമന്റെ ഇസ്മു ഫായിൽ ഖായിമുൻ, സാമന്റെ സ്വായിമുൻ, കാനന്റെ കായിനുൻ, താബ തായിബുൻ, താബ തൗബ ചെയ്തു, തായിബുൻ തായിബുൻ തൗബ ചെയ്യുന്നവൻ. കാനന്റെ ഇസ്മു ഫായിൽ കായിനുൻ എന്നാണ്. അത് വേറെ, അത് തൗവാബി, അത് തൗബ സ്വീകരിച്ചവർ എന്നർത്ഥം. ശരിക്കും തായിബ് എന്ന് പറഞ്ഞാൽ തൗബ, ഒറിജിനൽ തൗബ ചെയ്ത ആളെ തൗബ അള്ളാഹു സ്വീകരിക്കണല്ലോ, അല്ലാത്തൊരു കള്ളത്തൗബല്ലേ. അപ്പൊ തൗവാബ് എന്ന് പറഞ്ഞാൽ തൗബ സ്വീകരിച്ച ആളുകൾ. അത് അത് അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ എന്ന് പറഞ്ഞാൽ തൗബ സ്വീകരിച്ചവരിൽ ഞങ്ങളെ പെടുത്തണേ. പിന്നെ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു നീ തൗബ സ്വീകരിക്കുന്നവനാണല്ലോ, രണ്ടു അർത്ഥത്തിനും വരും. അള്ളാഹുവിനക്കും തവ്വാബ് എന്ന് പറയും. നമ്മളെ സംബന്ധിച്ച് തവ്വാബി എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം തൗബ അള്ളാഹു താല സ്വീകരിച്ച് കഴിഞ്ഞ് ആ ഒരു ഗുണം കിട്ടിയ ആളെന്ന്. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ തൗബ സ്വീകരിക്കുന്ന ആളെന്ന്. ഓക്കെ, കുറച്ചുകൂടി പറയല്ലേ? പ്രശ്നമില്ലല്ലോ, കംപ്ലീറ്റ് ചെയ്യല്ലേ? വസ്മുൽ ആലത്തി, ആലത്തിന്റെ ഇസ്മു, ഉപകരണത്തിന്റെ ഇസ്മു. നഹു മിഫ്ആൽ, മിഫ്ആൽ പോലെ. എന്താ പറഞ്ഞേ ഹക്കീംക്ക്? എന്താ പറഞ്ഞേ? കാണില്ല. ഇവിടെ വായിക്കുന്നു ഞാൻ. അതെന്താണെന്നറിയോ? അതില് ചെറിയൊരു സെറ്റിങ്സ് മാറ്റേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മൾ ലോ ഡാറ്റ കംപ്രഷൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. വീഡിയോന്റെ ക്വാളിറ്റി ഇല്ലേ, ഈ വീഡിയോ കാണുന്ന സമയത്ത് അല്ല, ഞാൻ ഇതിൽ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് കാണലുണ്ട് കേട്ടോ. വീഡിയോ നോക്കുമ്പോഴേ ക്ലിയർ ആയിട്ട് കാണലുണ്ട്. നിങ്ങളുടെ ഫോണിൽ ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഇത് കാണാം. സെറ്റിങ്സിൽ ക്വാളിറ്റി ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റിയിൽ ചിലപ്പോൾ അതിൽ എന്തായിരിക്കും 144 എന്നായിരിക്കും കാണുന്നത്. അതൊന്ന് 250 അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഹൈ ക്വാളിറ്റി ആക്കി വെച്ചാൽ ചിലപ്പോൾ ക്ലിയർ ആവും. ഒന്ന് നോക്കി നോക്കി, അങ്ങനെ നോക്കി നോക്കി ഹൈ ക്വാളിറ്റി ആക്കി നോക്കും.
സാധാരണ നമ്മളങ്ങനെ യൂട്യൂബിൽ ചെയ്യാറുണ്ട്. എന്താന്ന് വെച്ചാൽ ഡാറ്റ പെട്ടെന്ന് കഴിയും നല്ല ക്വാളിറ്റി കാണുകയാണെങ്കിൽ. അത്ര 300 250 344 അങ്ങനെയൊക്കെ ഓരോ ക്വാളിറ്റി ഉണ്ടല്ലോ ഇതിന്. അതിൽ കമ്പോ അതൊന്ന് ജസ്റ്റ് ചേഞ്ച് വരുത്തിയാൽ മതി. ഞാൻ ഇതിൽ കാണുമ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ആലത്തിന്റെ ഇസ്മ, ഉപകരണത്തിന്റെ ഇസ്മ. അപ്പൊ ചില ഫീലുകൾക്ക് അതിന് ഉപകരണം ഉണ്ടാവും. ഇപ്പൊ തുറന്നു പറഞ്ഞു, ഇപ്പൊ തുറക്കാനുള്ള ഉപകരണം. എറിഞ്ഞു എന്ന് പറഞ്ഞു, എറിയാനുള്ള ഉപകരണം. നേർച്ചപ്പെട്ടിന്ന് പൈസ എടുത്തേ എന്തിന്? ഇത് കയ്യട്ടെ ഉപകരണം. ഇസ്മാണത്. ആലത്ത് പറഞ്ഞ ഇസ്മാണ്, ഉപകരണം എന്നർത്ഥം. അല്ലല്ല അല്ലല്ല, അതൊരു ആലത്ത്, ഉപകരണം എന്നർത്ഥം. അപ്പൊ ചില ഫീലുകൾക്ക് ഉപകരണം ഉണ്ടാവും. ഉദാഹരണം പറയാം, തുറന്നു എന്ന് പറഞ്ഞു. തുറക്കണമെങ്കിൽ തുറക്കുന്നവൻ തുറക്കണ ഉപകരണം ഉപയോഗിച്ച് ചെയ്യണം. അപ്പൊ മിഫ്താഹുൻ, താക്കോൽ. ശരിക്കും അതിന്റെ മിഫ്താഹിന്റെ അർത്ഥം തുറക്കുന്ന ഉപകരണം എന്നാണ്. പിന്നെ അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് മിഫ്താഹ്, മിഫ്താഹുൻ ഉദാഹരണം. ഇനി വേറെന്ന് കേട്ടോളൂ നിങ്ങള്. കോണി, കോണി. റക്ക എന്ന് പറഞ്ഞാൽ കയറുക എന്നാണ്. ഉയരത്തേക്ക് കയറുന്നതിനാണ് റക്ക എന്ന് പറയാം. മിർക്കാത്തുൻ, ഉയരത്തേക്ക് കയറുന്ന ഉപകരണം. കോണി, ഉയരത്തിലേക്ക് കയറുന്ന ഉപകരണം, മിർക്കാത്ത്. ഓക്കെ. മിർക്കാത്തുൻ, മിർക്കാത്തുൻ. മീമ് റാ ഖാഫ്, ഉള്ളിലുള്ള ഖാഫ്, പിന്നെ അലിഫ്, പിന്നെ ഹാത്ത. മിർക്കാത്തുൻ. ഓക്കേനാ? എല്ലാത്തിനും ഉണ്ടായിക്കോളുന്നില്ല ഈ ഉപകരണം. ഈ ഉപകരണം ഉണ്ടല്ലോ എല്ലാത്തിനും ഉണ്ടായിക്കോളണമെന്നില്ല. ഉള്ളതിന് അത് കയറുക എന്നുള്ള ഫീലിൽ നിന്ന് വന്നതാണ് കയറാനുള്ള ഉപകരണം. തുറക്കുക എന്ന ഫീലിൽ നിന്ന് വന്നതാണ് തുറക്കാനുള്ള ഉപകരണം. തുറക്കുക എന്നുള്ള ഫീലിൽ നിന്ന് വന്നതാണ് തുറക്കാനുള്ള ഉപകരണം. ചിലപ്പോ എന്താ നമ്മൾ പറയണേ, എന്താണ് ഒരു ഉദാഹരണം പറയാം. സഹായിച്ചു, സഹായിക്കാനുള്ള ഉപകരണം ഉണ്ടോ? സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം ഉണ്ടാവും. ഒരു ഉപകരണം കൊടുത്ത് സഹായിച്ചു എന്നൊക്കെ പറയാം. സഹായിക്കുക എന്നുള്ളതിനൊരു ഉപകരണം അല്ലല്ലോ. അപ്പൊ ഉള്ളതിന് ആ മീനിങ് വരുന്നതിന് ഇഫ്ആല്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ ഇനി ഇസ്മു സമാനി വൽ മക്കാൻ, സമയത്തെയും സ്ഥലത്തെയും കുറിക്കുന്ന ഇസ്മ. സമയത്തിനും സ്ഥലത്തിനും. നഹ്വു, അത് അൽ മഫ്അൽ, മഫ്അൽ പോലെയാണ്. മഫ്അല്. തോമനവിടെ കൊണ്ടേക്കത് മഫ്അൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം പറയാം. മദ്ഹബ്, മർക്കബ്, കയറുന്ന സ്ഥലം. അത് സ്ഥലമാണുള്ളത്. മഗ്രിബ്, അത് മഗ്രിബ് സൂര്യൻ അസ്തമിക്കുന്ന സമയം. അത് മഫ്അലിനും വരും മഫ്ഈലിനും വരും കേട്ടോ. മഫ്അലിനും വരും മഫ്ഈലിനും വരും. ഇവിടെ നമ്മൾ ചെറിയ കിതാബായതുകൊണ്ട് ഒറ്റ പദേ പറഞ്ഞിട്ടുള്ളൂ, മഫ്അല്. മദ്ഹബ്, പോകുന്ന സ്ഥലം. മക്കാന്, അതന്നെ ഒരു ഇതാണ്, സ്ഥലം. ഇനി ഏതാ? മജ്ലിസ്, കേട്ടോ, ഇരിക്കുന്ന സ്ഥലം. പിന്നെ മശ്രിക്ക്, സൂര്യൻ ഉദിക്കുന്ന സ്ഥലം. മഗ്രിബ്, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം. അപ്പൊ രണ്ടിനും, സ്ഥലത്തിനും സമയത്തിനും ഒരേ വചന പറയാം, മഫ്അല് അല്ലെങ്കിൽ മഫ്ഈല്. ഓക്കെ, ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ സുബേർ? നിങ്ങൾ ഓരോന്ന് നോക്കിക്കോളി. ഇപ്പോ കത്തല കൊന്നു, മക്തല് കൊല്ലുന്ന സ്ഥലം, അതായത് യുദ്ധക്കളം. മക്തൽ കൊല്ലുന്ന സ്ഥലം. മക്തബ്. ആ അതെ അതെ, മിസ്വാക്ക്, ബ്രഷ് ചെയ്യാനുള്ള ഉപകരണം, വൃത്തിയാക്കാനുള്ള ഉപകരണം മിസ്വാക്ക്. മിദ്ലാജും അങ്ങനെ തന്നെ വരിക. അത് അതിന്റെ അർത്ഥം നമുക്ക് നോക്കണം. മിൻഹാജ് വെളിച്ചം നൽകുന്ന ഉപകരണം. വിളക്ക്. മേറാജ് കയറുന്നത് എന്നർത്ഥം, കയറുന്ന ഉപകരണം. മിൻഹാജ് വിളക്ക്, മിസ്ബാഹ് വിളക്ക്. മിമ്പർ ഞാൻ പറഞ്ഞത് ചെറിയ കിതാബാണ്. മിമ്പറ്, മിമ്പാറ്, മിമ്പാറത്ത് മൂന്നും വരും ഉപകരണത്തിന്. മിഫ്അല്, മിഫ്അലത്ത്, മിഫ്ആല് മൂന്ന് വസന് വരും. ആലത്തിന്റെ ഇസ്മിലേക്ക് മൂന്ന് വസന് വരും. മിഫ്അല്, മിഫ്അലത്ത്, മിഫ്ആല് മൂന്നെണ്ണം വരും. മക്കാനിക്ക് ഇവിടെ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മഫ്അല്, മഫ്ഇല് വരും മക്കാനിക്കും സമാനിക്കും. അല്ല, അത് ഒക്കെപ്പാടെ പറയുമ്പോൾ എന്താവുന്നല്ലോ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഇനി ഞങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. അജ്നാസ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ഇവിടുന്ന് ഒന്ന് വായിക്കാൻ വേണ്ടി ഒന്ന് വായിച്ചാണേ. നസറ ലിയുൻസർ, വല്ലർഫു മിൻഹു മൻസറുൻ. മിൻസറുൻ. യെസ്. തസ്നിയത്തുഹുമ മൻസറാനി. ഞാൻ വായിക്കാം. മൻസറാനി വ മിൻസറാനി വൽ ജമു മിൻഹുമ മനാസിറു വ മനാസിറു വസ്മു തഫ്ദീലി മിൻഹു അൻസറു വൽ മുഅന്നസു നുസ്റ വ തസ്നിയത്തുഹുമ അൻസറാനി വ നുസ്റയാനി വ ജംഉഹുമ അൻസറൂന വ അനാസിറു വ നുസ്റു വ നുസ്റയാൻ. നസറ നമ്മൾ പഠിച്ചതാണ്, യൻസുർ പഠിച്ചതാണ്. നസ്രൻ ഇസ്മാണ്, അത് നമ്മൾ ഇനി പറയും മസ്തർ എന്നുള്ളത്. നാസിർ പഠിച്ചു, നുസ്ര പഠിച്ചതാണ്, യുൻസർ പഠിച്ചതാണ്. നസ്രൻ മസ്തറാണ്. മൻസൂർ പഠിച്ചു, അമ്രു പഠിച്ചു, ഉൻസുറും പഠിച്ചു, ലിയൻസുറും പഠിച്ചു. ലി യുൻസർ നമ്മൾ പറഞ്ഞിട്ടില്ല, മജ്ഹൂലാണ്. ലി യുൻസർ അമ്രു മജ്ഹൂല. ലാ തൻസുർ, ലാ യൻസുർ, ലാ യുൻസർ. ലർഫാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ലർഫ് മൻസറുൻ, അവിടെ നമ്മൾ ലർഫ് സമാന്, ലർഫ് മക്കാൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ. മഫ്അല് വസ്ന്, അതാണ് അവിടെ മൻസർ. ആലത്തിന് മൂന്ന് രൂപം. മിൻസർ ലർഫ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മള് സമാൻ എന്ന് പറഞ്ഞില്ല, സമാനും മക്കാനും എന്ന് പറഞ്ഞില്ലേ. സമാനും മക്കാനും അല്ല, അതന്നെ ഇവിടെ ലർഫ് പറഞ്ഞു. അതിൽ നിന്നുള്ള ലർഫ് ഇസ്മ സമാനും ഇസ്മ മക്കാനും, അത് മൻസർ. ആലത്ത് നോക്ക്, മിൻസർ 1, മിൻസറത്ത് 2, മിൻസാർ 3. ക്ലിയർ അല്ലേ? മിൻസർ, മിമ്പർ വന്നില്ല. അപ്പൊ മിമ്പർ വന്നില്ലേ? മിൻസറത്ത്
എന്താ ഇനി നോക്ക്, അതിന്റെ തസ്നിയ വന്നിട്ട് നോക്ക്, മൻസറാനി മിൻസറാനി. ജമ്മു വന്നിട്ട് നോക്ക, മിൻസറൂന മൻസറൂന എല്ലാം വന്നിക്കണ്. അതെന്താ? മനാസിറു മനാസിറു, അത് തക്സീറിന്റെ ജമ്മ വന്നിക്കണ്. കാരണം അത് ഈ കയറുന്ന സ്ഥലം അല്ലെങ്കിൽ സഹായിക്കുന്ന സ്ഥലം, സഹായിക്കുന്ന ഉപകരണം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്താണത്. അപ്പൊ അതിന് എന്ത് ചെയ്തു? അതിന്റെ ജമ്മ അങ്ങനെ. അൻസറു എന്ന് പറഞ്ഞാൽ അൻസറു കൂടുതൽ സഹായിക്കുന്ന പുരുഷൻ, നുസ്ര കൂടുതൽ സഹായിക്കുന്ന സ്ത്രീ. അത് ഞങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞാണ്. അതിപ്പോ ഫുള്ള് കേട്ടാൽ നിങ്ങൾ ബുദ്ധിമുട്ടാവും. നമുക്കത് അജനാസത്തൊന്ന് പറയാം. ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ അതിന്റെ ഇസ്മു തഫ്ദീലും അതുപോലെ ദർഫും സമാനും മക്കാനൊക്കെ സർഫാക്കാൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് കഴിയും. എവിടെ നമ്മുടെ ഡോക്ടർ സാഹിബ്? എവിടെ? ഡ്യൂട്ടിയില്ല? ഡോക്ടർ സാഹിബ് പോയാ? ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. കുറച്ച് വൈകി പോയി അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. അത് കഴിഞ്ഞു. മീസാൻ കഴിഞ്ഞു. ക്ലിയർ അല്ലേ? حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ارزقنا حج بيتك الحرم وزيارة روضة النبي صلى الله عليه وسلم في العمر قبل أن تميتنا يا رب العالمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. ബാക്കി നമുക്ക് അടുത്ത ദിവസം ഇത് കംപ്ലീറ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും പ്രത്യേകം ദുആ ചെയ്യുക. ഇനി നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ടേ ക്ലാസ് ഉള്ളൂ. പെരുന്നാളിനൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ശരി, എല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.